ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ CPM പ്രവർത്തകർക്കായി മോചിപ്പിച്ചു കളഞ്ഞു. നിതിൻ പുല്ലനെയാണ് CPM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എന്തായിരുന്നു സംഭവം? എങ്ങനെയാണ് അവർ മോചിപ്പിച്ചത്? SKN ഒരു വശത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്ക് പോലും നേരെ കേസെടുക്കുന്ന പോലീസ്, മറുവശത്താണ് പോലീസിന്റെ ജീപ്പ് ആക്രമിച്ച് ചില്ല് ഉൾപ്പെടെ അടിച്ചു തകർത്തിട്ടും ഡിവൈഎഫ്ഐക്കാരനായ നേതാവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലും കഴിയാത്ത മറ്റൊരു വിഭാഗം കേരള പോലീസ്. അതാണ് ഇന്ന് നമുക്ക് ചാലക്കുടിയിൽ കാണാനായത്. SFIയുടെ ഒരു ആഹ്ലാദ പ്രകടനം, അതും ചാലക്കുടിയിലെ ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഹ്ലാദ പ്രകടനം SFIയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് നടത്തുന്നു. പിന്നാലെ ഇവർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അവിടെയാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ അവിടെ എത്തുകയും ഈ പോലീസ് ജീപ്പിന്റെ ചില്ല് ഉൾപ്പെടെ അടിച്ചു തകർക്കുകയുമായിരുന്നു. പിന്നാലെ ഈ അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അത് CA അടക്കമുള്ളവർ ഈ നിതിനോട് പോയി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ അറസ്റ്റിന് വഴങ്ങുന്നില്ല. പിന്നാലെ ഈ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നു, ജീപ്പിലേക്ക് കയറ്റുന്നു. ഈ സമയത്താണ് CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തുകയും നിതിനെ അവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതുവരെയും ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ നിതിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ മൂക്കിന് കീഴിൽ നിന്നാണ് ഈ നിതിൻ കടന്നു കളഞ്ഞത്. അതും ഒരു ഭരണപക്ഷ പാർട്ടിയുടെ യുവജന സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം പൊതുമുതൽ നശിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന സമീപനം അത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ ചാലക്കുടിയിൽ ഉയർത്തുന്നത്. എന്തായാലും മണിക്കൂറുകളോളം മുഖാമുഖം പോലീസും പ്രവർത്തകരും നേതാക്കളുമെല്ലാം മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചാലക്കുടിയിൽ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സംഘർഷത്തിന് ചെറിയ രീതിയിൽ അയവ് വന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. SK. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് തന്നെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തൃശ്ശൂരിൽ ബസ്സിടിച്ച് യുവതി മരിച്ചു. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ചത് ഗുരുവായൂർ സ്വദേശി ഇസ്രയാണ്. 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ബസ്സിൻ്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമായത് എന്നാണ് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.